അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, അനുഗ്രഹത്തിന് അണിപ്രദാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നീ എവിടെയായിരിക്കുന്നു അവിടെ നിനക്ക് അനുഗ്രഹം ആവശ്യമുള്ള വസ്തുക്കൾ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിപ്പോൾ എടുക്കാവുന്നതാണ്. ഞാൻ നിനക്ക് 1 മിനിറ്റ് സമയം തരികയാണ്. ഈ നിമിഷത്തിനുള്ളിൽ നീ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് നീ കയ്യിലെടുക്കേണ്ട വസ്തുക്കൾ ചിലപ്പോൾ പ്രമാണമാകാം, ചിലപ്പോൾ പറ്റുചീട്ടാകാം, ചിലപ്പോൾ പരീക്ഷ പേപ്പറാകാം, ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഹോൾ ടിക്കറ്റുകളാകാം. എടുക്കും മക്കളെ. അല്ലെങ്കിൽ നിനക്ക് പോകേണ്ട ഓരോ വീടിന് നമ്പരിടിക്കേണ്ട സ്ഥലങ്ങളാകാം, അല്ലെങ്കിൽ പുതിയ പാഠങ്ങൾ നേർത്തി ചെറിയ വീടുകൾ വെക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കാം നിൻ്റെത്. അല്ലെങ്കിൽ നിനക്ക് ഇന്റർവ്യൂവിൻ്റെ പേപ്പറാകാം, പേനയാകാം, അല്ലെങ്കിൽ നീ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പാകാം. എടുക്കും മക്കളെ. കർത്താവേ, അങ്ങയുടെ മക്കൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, അവർക്ക് വേണ്ടി അവർക്ക് അടുത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കന്മാർ എടുത്ത് പോയി കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ
കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനേക്ക് നളിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോവുകയും നിൻ്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ. ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ, ആശങ്കപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം, മീറ്റിംഗ് ആകാം, അവിടെ ഉണ്ടാകുന്ന ക്രിറ്റിസിസം ആകാം, നിന്നുള്ള ചോദ്യം പറച്ചിലാകാം, എന്തും ആയിക്കൊള്ളേ, അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch your fire finger, soak with the precious blood, authority of the Catholic Church, power of Jesus Christ, with the merit of some holy priesthood, I bless and hallow you. ഇന്ന് ഒരു സാക്ഷ്യമുണ്ടായി. ഒരു മോള് പറയണത്, ഞാൻ കർത്താവിനോട് ഒന്നേ പറഞ്ഞുള്ളൂ, ഒരു പാപം ചെയ്ത് നിൻ്റെ മുമ്പിൽ തലയും കുമ്പിട്ട് നിൽക്കാൻ നീ എന്നെ അനുവദിക്കരുത്. എന്നാ വർത്തവനാണ് ഈ ആൾക്കാർക്ക് പറഞ്ഞു കൂട്ടുന്നത്. ഇക്കാലമാണ് പാപം കൊണ്ട് ജനം ആ പെരുന്നാൾ നടത്തുന്ന ഒരു കാലത്ത് ഒരു ഉടമ്പടി ക്രിസ്ത്യാനി ദൈവത്തോട് പറയുന്ന പ്രാർത്ഥനക്ക് ഭയങ്കരമായ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ പറയണത്? ഒരു പാപം ചെയ്ത് നിൻ്റെ മുമ്പിൽ തലയും കുനിച്ചിട്ട് നിൽക്കേണ്ട ഒരവസ്ഥ എനിക്ക് വരരുത്. അതാണ്. അത്രയും മനുഷ്യന്മാർ വിശുദ്ധമായിട്ട് ജീവിക്കുക. ഇപ്പോൾ എല്ലാവരും വിചാരിക്കണം എല്ലാവരും പറഞ്ഞു പരത്തേണ്ട മനുഷ്യൻ മുഴുവനും ഇങ്ങനെ പിഴയാണെന്ന്. അങ്ങനൊന്നുമല്ല. മനുഷ്യൻ മുഴുവനും പിഴയാണെന്ന് ഓരോ അണ്ണന്മാരും ഓരോരുത്തരെയും കുറിച്ച് നിങ്ങൾ ഇതുപോലെ ബ്രാൻഡ് ചെയ്യുമ്പോൾ ഓർക്കുക. ഈ ബ്രാൻഡ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ കൂടി സത്യസന്ധമായി ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട് ദൈവരാജ്യം അടിച്ചു മാറ്റുന്ന ഒത്തിരിയേറെ അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ട്. വിശുദ്ധിയുടെ അടിയൊഴുക്കുകൾ. നമ്മളൊക്കെ വിചാരിച്ചിരിക്കണം ലോകം മുഴുവൻ പോക്കാണ്, ആന കുരിയാന്നൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ. പക്ഷെ അല്ല, ഒരു സമൂഹം ഉണ്ട് ഇവിടെ. അവരെ പ്രതിയാണ് ദൈവം ലോകത്തെ തന്നെ സംരക്ഷിച്ചോണ്ട് പോണത്. വിലാപം 3:22. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇപ്പം എന്തെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടായാലും ഈ വിശ്വസ്തത ഇങ്ങനെ വെള്ളത്തിന് മീതെ നിൽക്കും. അതാ ഉന്നതം എന്ന് പറയുന്നത്. വെറുതെ ഉന്നതം. ബൈബിളിൽ ഉന്നതം, കുന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കലാപകാലത്ത് കയറി നിൽക്കാനുള്ള ഇടമാണ്. അവരെപ്പോഴും അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. കർത്താവിൻ്റെ പാറയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പാറയൊക്കെ കഠിനമുള്ളതല്ലേ എന്ന് വിചാരിക്കും. പറവൻ്റെ ഹൃദയം പോലെയാണ് കർത്താവ്. അങ്ങനെയല്ല. പാറയെന്ന് പറയുമ്പോൾ ഞാൻ ആശ്രയിക്കുന്ന പാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കാലം വരുമ്പോഴും പട വരുമ്പോഴും മനുഷ്യൻ സംരക്ഷിക്കപ്പെടുന്നതും ഗുഹകൾ പോലുള്ള ഗുഹയും പാറയെന്ന് അവർ പറയണത്. സങ്കീർത്തനം 27:5. ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. അപ്പം അത് ക്ലേശകാലമായാലും യുദ്ധകാലമായാലും വെള്ളപ്പൊക്ക കാലമായാലും കർത്താവ് ഉയർന്ന പാറമേൽ നമ്മൾ നിർത്തും. കർത്താവിന്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയണതാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയെല്ലാം വരുന്ന ഒരു ഇൻറ്റിമസി ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രാർത്ഥനയുടെ ഇന്ധനം അല്ലെങ്കിൽ ടെഷർ എന്ന് പറയുന്നത്. ഇൻറ്റിമസി എന്ന് വെച്ചാൽ ആത്മബന്ധം. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ആ ഉടമ്പടിയുടെ ലക്ഷ്യം പ്രശ്നത്തെ പരിഹരിക്കുകയല്ല. അത് പ്രശ്നത്തെ ഈസിയായിട്ട് പരിഹരിക്കും, അതല്ല പ്രശ്നം. മുഖ്യ ലക്ഷ്യം, ഉടമ്പടിയുടെ ലക്ഷ്യം, ഇറ്റ് ഈസ് ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്. നീ നിൻ്റെ ദൈവവും തമ്മിൽ ജീവിതത്തിൽ ഒരു കാഷ്വൽ റിലേഷൻ അല്ല, വിശ്വാസ സംബന്ധമായ ഒരു റിലേഷൻസ് അല്ല ഉള്ളത്. ഒരു പെർട്ടിക്കുലർ ആൻഡ് പേഴ്സണൽ റിലേഷനാണ് ഉടമ്പടിയിൽ. ഒരു വിശിഷ്യ പെർട്ടിക്കുലറായിട്ടുള്ള വ്യക്തിപരമായ പേഴ്സണലായിട്ടുള്ള റിലേഷൻ്റെ ഏറ്റവും ഇന്ന് നിലവിലുള്ള നമുക്ക് ലഭ്യമായ
ഏറ്റവും വലിയ പോംവഴിയാണ് ഉടമ്പടി. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, മരിയൻ ഉടമ്പടി എന്നുള്ള മഹാദൈവാനുഭവത്തിന്റെ പുതിയ വാതിൽ മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ മറിയത്തിലൂടെ തുറന്നു വെച്ച പരിശുദ്ധാത്മാവേ, ഉടമ്പടി എടുത്തവരെയും എടുക്കാൻ പോകുന്നവരെയും ഈ നിമിഷം അനുഗ്രഹിക്കണമേ. സ്വർഗീയ പിതാവേ, പുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തും നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോട് സന്തോഷത്തിൽ പാടുക. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തും നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ ഇന്റിമേറ്റ് ആൻഡ് അമീക്കബിൾ റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആത്മബന്ധവും സ്നേഹോജ്വലവുമായ ഒരു ബന്ധം ആണ് ഉടമ്പടിയുടെ ഒരു ടാൻജിബിൾ റിസൾട്ട്, സ്പർശ്യമായ ഒരു ഫലമെന്ന് പറയുന്നത്. അപ്പം എന്താ നിങ്ങൾക്ക് ചിലർക്ക് പറയണത്, നിങ്ങൾ ഉടമ്പടിയുടെ ഫലം നിങ്ങൾ വെച്ചിരിക്കുന്ന നിയോഗത്തിൻ്റെ നിവൃത്തിയായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് മച്ച് മോർ ദാൻ ദാറ്റ്. നമ്മളെല്ലാവർക്കും നിങ്ങളെ ഉടമ്പടിയുടെ ഫലത്തെ റെഡ്യൂസ് ചെയ്തിരിക്കണം. എങ്ങനെ അറിയാമോ? ഉടമ്പടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെച്ചിരിക്കുന്ന നിയോഗത്തിന് നിവർത്തി കിട്ടുക. ഇറ്റ് ഈസ് വെരി ഈസി. അതല്ല പ്രശ്നം. ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എൻഡുണ്ട്, ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട്. എന്നിട്ട് അതെന്ന് പറയണത് ദൈവമായിട്ട് ഒരു കാലത്തും സാധിക്കാത്ത ഒരു റിലേഷൻ, ബന്ധം. ഇപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഈ കർത്താവ് ഒരു പ്രാവശ്യം ശിഷ്യന്മാർ സഞ്ചരിച്ചിരുന്ന വള്ളത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയില്ലേ? ഇല്ലേ? എനിക്കറിയാം കഥ. അപ്പോഴേ വലിയ കാറ്റുണ്ടായിരുന്നു. കോളും പേമാരിയും പ്രകൃതിക്ഷോഭവും കടൽക്ഷോഭവും ഒരുമിച്ച് വന്ന് വള്ളത്തിൽ വെള്ളം അടിച്ചു കയറി ഇവർ മുങ്ങാൻ പോയപ്പോൾ ശിഷ്യന്മാർ പറയുന്നൊരു വർത്തമാനമുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവേ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നിനക്കൊരു ഗൗനമില്ലേ എന്ന്. കർത്താവേ എന്ന് പറഞ്ഞ, കർത്താവേ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്കൊരു ഗൗനമില്ലേ? നീ ഗൗനിക്കുന്നില്ലേ? ഇപ്പം കർത്താവിനെ കുറ്റപ്പെടുത്തിയാണ് ചോദിക്കണത്. പ്രാർത്ഥനയിൽ ദൈവത്തെ കുറ്റപ്പെടുത്തുക. ഇത് പത്രോസിൻ്റെ വായിൽ നിന്ന് വന്നൊരു പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പ്രാർത്ഥനയെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകണത്? കർത്താവെ, ഞങ്ങൾ നശിക്കുന്നു, നിങ്ങൾക്ക് അങ്ങനെ കുറ്റപ്പെടുത്തി പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താ കാര്യം? ബന്ധമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എന്നോട് പറയാം, അച്ഛാ, എന്നോടിപ്പോൾ ഞാൻ പിള്ളേരെ പ്രാർത്ഥിക്കുമ്പോൾ പറയും, ചിലത് എൻ്റെ കയ്യേക്കറി പിടിക്കും. എന്താണ്? അച്ഛൻ പിടിച്ചില്ലെങ്കിൽ അച്ഛൻ അവിടെ പോയി ഇരിക്കുമല്ല. അത് കാരണം വിഷയം സീരിയസ് ആയിട്ട് കൈ പിടിക്കും. നമ്മൾ എന്തടി? അതേ, ഞാനിപ്പോൾ 10ാമത്തെ പ്രാവശ്യമാണ് ഇത് എഴുതാൻ പോണത്, ഇനി എന്നെക്കൊണ്ട് എഴുതിക്കത്തില്ല. എന്താണ്? OET IELTS ആണേ. ഞാൻ ഈ 10ാം പ്രാവശ്യമാണ് ഇപ്പോൾ എഴുതാൻ പോണത്, ഇനി കാശില്ല എഴുതാൻ. ഞാൻ പറഞ്ഞു, നീ എന്നോട് എന്നെ പിടിച്ചെടുത്തിയ പോലെ മാതാവിനെ പിടിച്ചെടുത്താൻ പറഞ്ഞു. എന്താ കാര്യം? അവൾ പറഞ്ഞ കറക്റ്റാണ്, പക്ഷെ അവൾ പറയുന്ന രീതി തെറ്റാണ്. ഇപ്പോഴും ആ പ്രാർത്ഥനയെ അപേക്ഷയാണ്. ഇപ്പം നിശ്ചയുടെ പ്രാർത്ഥന എന്താണ്? എന്നെ ഇവിടം വരെ എത്തിച്ചത് നീയാണ്, നിൻ്റെ കടമയാണ് എന്നെ അന്ത്യം വരെ എത്തിക്കേണ്ടത്. അതൊരു കമാൻഡാണ്. പക്ഷേ അതിൻ്റെ അകത്ത് വരുന്ന അതിൻ്റെ സ്റ്റഫ് എന്താ? ഒരു ഇൻറ്റിമസിയാണ്. നമുക്കതുപോലെ പറയാൻ പറ്റണില്ല. എന്താ കാര്യം? നമുക്ക് ആ ഇൻറ്റിമസി ഇല്ല. പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് ബേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇൻറ്റിമസിയാണ്. ഇൻറ്റിമസി എന്ന് പറയുന്നത് എന്താണ്? ആന്തരിക ആത്മബന്ധം. ആന്തരിക ആത്മബന്ധമാണ്. ഈ ഉടമ്പടിയിൽ നമ്മൾ രോഗികളെ കാണുന്നു, അല്ലേ? രോഗികളെ കാണുമ്പോൾ നമ്മൾ ആരായിട്ടാണ് രോഗികളെ കാണുന്നത്?
25-35 അനുസരിച്ചാണ് മത്തായി സിയുടെ സുവിശേഷം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായി 25-35. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പൊ ഞാനെന്നാ പറയണത്, മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ നമ്മളൊരു രോഗിയെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ പറയരുത് നമ്മുടെ അയൽവാസിയായ ജോണമ്മ ചേച്ചിയാണെന്ന് പറയരുത്. അതാണ് പ്രശ്നം കിടക്കുന്നത്. ഇവിടെയാണ് ഒരു ഉടമ്പടി മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. അതായത് നിങ്ങൾ രോഗികളെ കാണാൻ പോകുമ്പോൾ ഇയാൾ അറിയത്തില്ലേ നമ്മുടെ അയൽവാസിയാണേ, ഇന്ന ആളാണെന്ന് പറയും. അങ്ങനെയല്ല, അയാളല്ലത്. ആരാണത്? ഞാൻ രോഗിയായിരുന്നു, മനസ്സിലായില്ലേ? ആ ഇല്ലാത്തവനുമായിട്ട്, വേദനയുള്ളവനുമായിട്ട്, കണ്ണീരുള്ളവനുമായിട്ട് കർത്താവ് താതാത്മ്യപ്പെട്ടിട്ടുണ്ട്. ഈ താതാത്മ്യീകരണം തിരിച്ചറിയുന്നിടത്ത് വെച്ചാണ് നമ്മളുടെ സാമൂഹ്യ പ്രവർത്തനം ഇരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ ഇല്ലായ്മക്കാരനും വല്ലായ്മക്കാരനിലും അവൻ്റെ ഇല്ലായ്മയും വല്ലായ്മയും അവിടെ യേശു ക്രിസ്തുവാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്ത് ആണ് ഇപ്പോൾ സഭയ്ക്ക് വന്നിരിക്കുന്ന ദുരന്തം എന്താണെന്നറിയാവോ? കുറേ അണ്ണന്മാർ പോയി MSW എടുത്തുകൊണ്ട് വന്ന് സോഷ്യൽ സർവീസിൽ ഇരിപ്പുണ്ട്. എന്താ പ്രശ്നം വരാവുന്നത്? സഭയുടെ സോഷ്യൽ പ്രവർത്തനമല്ല നടക്കുന്നത്. ശാസ്ത്രീയമായ സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ സാങ്കേതികമായി കിട്ടിയിരിക്കുന്ന കുറച്ച് ജ്ഞാനം കൊണ്ട് ഉണ്ടാക്കി വെക്കുന്ന കുറച്ച് വർക്ക്സാണത്. അത് ചിലപ്പോൾ സോഷ്യൽ വർക്കായിരിക്കാം. ക്രിസ്തുവുമായിട്ട് അതിന് ബന്ധമില്ല. ക്രിസ്തുവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഇല്ലായ്മക്കാരനിൽ, വല്ലായ്മക്കാരനിൽ, രോഗികളിൽ, തകർച്ചയുള്ളവന്, ഇപ്പം ഇന്ന് തന്നെ ഈ ആനന്ദം, അവൻ്റെ പേരെന്നെ ആദിത്യ പറയുന്നൊരു സാക്ഷ്യമുണ്ട്. എനിക്ക് ഭയങ്കര പാടാണ് ഈ ആൾക്കാർക്കൊക്കെ സഹായിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു മനസ്സെൻ്റെ കയ്യിലില്ല. അതിനുള്ള കാര്യം തുറന്നു പറയുകയും, എനിക്കിങ്ങനെ ഒരു മനസ്സില്ല ആൾക്കാരെയൊക്കെ സഹായിക്കാൻ. അപ്പോൾ എനിക്ക് തോന്നണത് ഇവരെല്ലാം പറ്റിപ്പുകാരാണെന്നാണ് തോന്നണത്. അതുകൊണ്ട് ഞാൻ ആരെയും സഹായിക്കാത്തത്. എല്ലാവരും നിറ തുറന്ന രസമുള്ള സാക്ഷ്യം. അവരെല്ലാം പറ്റിപ്പുകാരാണെന്ന് തോന്നണം. പിന്നെ ഞാൻ പിന്നെ സാമ്പത്തികമായിട്ട് ആരെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കറിയണം അത് കറക്റ്റാണെന്നറിയണം, എന്നാൽ മാത്രമേ ഞാൻ സഹായിക്കത്തുള്ളൂ. അപ്പം അങ്ങനൊരു മനസ്സാണ് എൻ്റേത്. പക്ഷേ ഇപ്പം എന്ത് ചെയ്യാന്നറിയാമോ? എനിക്ക് തോന്നി പലരും വന്ന് എന്നോട് ചോദിച്ചു, ചേട്ടായി ഞങ്ങൾ ഇത്തിരി ജർമ്മൻ പഠിപ്പിച്ച് തരുമോ? എന്നെക്കാൾ ഇളയ പിള്ളേർ വന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചേ, ചേട്ടായി ഞങ്ങൾ ഇത്തിരി ജർമ്മൻ പഠിപ്പിച്ച് തരുമോ? അപ്പോൾ ഞാൻ 5 പേർക്ക് ജർമ്മൻ പഠിപ്പിച്ചു കൊടുത്തു. അതാണ് എൻ്റെ ഉടമ്പടിയിലെ പരസ്നേഹ പ്രവൃത്തികൾ. ദാറ്റ് മീൻസ് എന്താണ്? ഈശോ അവിടെയും താതാമ്യപ്പെടുകയാണ്. എന്താ പ്രശ്നം? ഈശോയ്ക്ക് ജർമ്മൻ അറിയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ജർമ്മൻ പഠിപ്പിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ പോലും അത് ഈശോ ആണ് എന്നിലൂടെ, അവനിലൂടെ എന്നോട് ആവശ്യപ്പെടുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഈശോയുടെ വാക്കുകളെ ഹോണർ ചെയ്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ ഈ ഇൻറ്റിമസി ഉണ്ടാകും. അല്ല ഇൻറ്റിമസി ഉണ്ടാകത്തില്ല. ദൈവം ആത്മാർത്ഥ ദൈവമാണ്. അതുകൊണ്ട് നമ്മളെ കഷ്ടപ്പെടുന്ന ഇപ്പോൾ അദൃശ്യം പറയുന്നത് എന്താണ്? ഇപ്പം ഞാൻ ജർമ്മൻ പഠിപ്പിച്ച് മഴ കൊടുക്കാൻ മാത്രമല്ല, രോഗികളെ കാണാൻ പോകും. ഞാൻ പിന്നെ ഭക്ഷണമില്ലാത്തൊക്കെ ഭക്ഷണം എത്തിച്ച് കൊടുക്കും. ടോട്ടൽ 22 വയസ്സുകാരൻ ടോട്ടലി ചേഞ്ചായി. 22 വയസ്സുകാരന് ഒരൊറ്റ ഉടമ്പടി കൊണ്ട് ഇത്രയും ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉടമ്പടിയേക്കാൾ നല്ലൊരു സംവിധാനം ഇപ്പം ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം. കൈയിടിച്ച് കർത്താവ് ഡെലിവറി ചെയ്യുക. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നത് ചെയ്തിടുവിൻ ജീവിതം ധന്യമായി തീർന്നിടും അവൻ പറയുന്നത് ചെയ്തിടുവിൻ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മർക്കോസ് 4:38 പോകാം. മർക്കോസ് 4:38. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. പറഞ്ഞേ, യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു. നീ അത് ഗൗനിക്കുന്നില്ലേ? എന്താ പ്രശ്നം? നീ അത് ഗൗനിക്കുന്നില്ലേ? ഞങ്ങൾ നശിക്കാൻ പോകുന്നു. ഇത് ഒരു ആധികാരികമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അതായത് അവർക്ക് വേറൊരു ഓപ്ഷനില്ല. കർത്താവാണെ കിടന്ന്
ഉറങ്ങുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ ഉത്തരം കിട്ടാതിരിക്കുകയും പ്രശ്നങ്ങൾ നമ്മളെ വേട്ടയാടുകയും ചെയ്യുന്ന സമയത്ത് ഇൻറ്റിമസിയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങളുടെ സാധാരണ ഫങ്ഷണൽ പ്രെയറിന് വർക്കൗട്ട് ചെയ്യത്തില്ല. സാധാരണ ഫങ്ഷൻ പ്രെയർ കൊണ്ട് ഈ സമയത്ത് സ്വർഗസ്ഥനായ പിതാവാണല്ല പ്രാർത്ഥന അല്ല, അതിൻ്റെ അപ്പുറത്തൊരു പ്രാർത്ഥനയുണ്ട്. അത് നീ തന്നെ സ്വർഗസ്ഥനായ പിതാവ് നീ രചിച്ച പ്രാർത്ഥനയാണ്. ഇപ്പം നിഷ രചിച്ച പ്രാർത്ഥനയില്ലേ, നിഷയുടെ ഹസ്ബൻഡ് രചിച്ച പ്രാർത്ഥനയില്ലേ? എന്താണ്? മാതാവേ, ഈ സമയത്ത് പ്രലോഭനം കൊണ്ട് വന്നാൽ ഞങ്ങൾ പെട്ടുപോകും, അതുകൊണ്ട് അമ്മ ഈ വിഷയത്തിൽ ഇടപെടണം. ദാറ്റ് മീൻസ് അതാണ് അത് സ്വന്തം, അത് സാങ്കേതിക പ്രാർത്ഥനയെക്കാളും വലിയ പ്രാർത്ഥനയാണ് പേഴ്സണൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. പക്ഷേ ഈ പേഴ്സണൽ പ്രാർത്ഥനയ്ക്ക് എന്താ വേണ്ടത്? അതിന് ഇൻറ്റിമസി വേണം. ഈ അപ്പോസ്തലന്മാർ ഈശോയെ കുറ്റപ്പെടുത്തണം എന്താണ്? ഞങ്ങൾ നശിക്കാൻ പോകുന്നു, എന്താ നീ അത് ഗൗനിക്കുന്നില്ലേ? അതൊരു കുറ്റപ്പെടുത്തലാണ്. പക്ഷെ അങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം അവർ ദൈവവുമായിട്ട് ഇൻറ്റിമസിയായി. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവത്തെ പ്രാർത്ഥനയിൽ ഒരാവശ്യം വരുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. ഒരു സർക്കാർ ഓഫീസിൽ പോയി നമ്മൾ ഒരാവശ്യം വരുമ്പോൾ ആ ഓഫീസിനെ കുറ്റപ്പെടുത്തിയാൽ പിന്നെ ഉള്ളതുപോലും കിട്ടത്തില്ല, ഇല്ലേ? നെഗറ്റീവാണത്. പക്ഷേ ഈ അപ്പോസ്തലന്മാർക്ക് ഇത്രയും ആത്യന്തികമായൊരു വിഷയം വരുമ്പോൾ മുത്തടം ബൈബിൾ ഉൾഗാത്ത ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കർത്താവേ നിനക്കൊരു ചിന്തയുമില്ലേ എന്നാണ് ചെയ്തിരിക്കുന്നത്. നിനക്കൊരു ചിന്തയുമില്ലേ എന്നുവെച്ചാൽ നീ ഞങ്ങളെക്കുറിച്ച് ഒരു ഗൗരവമില്ല എന്നാണ്. എന്നുവെച്ചാൽ ഉത്തരവാദിത്തമില്ലെന്നാണ് ചോദിക്കണത്. ദൈവത്തിന് ഉത്തരവാദിത്തമില്ല എന്ന് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കണമെങ്കിലേ അത് വേറൊരു ബന്ധമാണ്, അത് സാധാരണ ബന്ധമല്ല. ദൈവത്തെ ഇപ്പം ചോദിക്കുക നീ ഗൗനിക്കണില്ലേ എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ പ്രാർത്ഥനയുടെ ഇമോഷണൽ സെറ്റപ്പ് എന്താണ്? ഇപ്പം നിൻ്റെ വീട് ഇപ്പം വീട് വെച്ചിട്ടില്ല, പഴയ വീട്ടിൽ താമസിക്കുക, ഭാഗോടമ്പടി പ്രകാരം കിട്ടിയ കുടുംബ വീട്ടിൽ നീ താമസിക്കുകയാണ്. അത് 10-35 കൊല്ലം പഴക്കമുള്ള സംഭവമാണ്. ഈ വീട് കാണിച്ചാൽ നിൻ്റെ മകൾക്ക് ഭർത്താവിന് കിട്ടത്തില്ല. അതാണ് നിൻ്റെ ദുഃഖമെന്ന് വിചാരിച്ചോ? അപ്പോൾ നീ ഭർത്താവിനോട് എന്താ പറയണത്? ഇവിടെ മനുഷ്യ കൊച്ചു വളർന്നു തന്നെ കണ്ടില്ലേ, ഇപ്പോഴും താൻ കറങ്ങി നടക്കണമെന്ന് ചോദിക്കും. അതാ സംഭവം, അതല്ലേ ചോദിക്കത്തുള്ളൂ. ആ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഭാര്യയോട് ചോദിക്കാനുള്ള ആധികാരികമായ ഒരു ബന്ധമുണ്ട്. അതാണ് സംഭവം. ആ ഒരു ബന്ധം ദൈവവുമായിട്ടുണ്ടാകണം. അത് അങ്ങനെ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ലെയിംസ് ഉണ്ടാകണം. ഉടമ്പടിയെപ്പോലെ ക്ലെയിംസ് ഉണ്ടാക്കുന്നൊരു സംവിധാനം വേറെയില്ല. എന്താണ്? നീ പത്രപ്രവർത്തനം നടത്തുന്നുണ്ടേ, കർത്താവിനെ അറിയാത്തവർ നീ അറിയിക്കുന്നുണ്ട്, ഇല്ലേ? രോഗികളെ നീ കാണുന്നുണ്ട്, എവിടെയെല്ലാം സഹായിക്കാൻ പറ്റുന്നു അവിടെയെല്ലാം സഹായിക്കുന്നുണ്ട്, വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി ക്ഷമിക്കേണ്ടി വന്ന് ക്ഷമിക്കുന്നുണ്ട്. അങ്ങനെ വന്ന് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ജീവിതം 1 by 1 ആയിട്ട് കാഴ്ചവെച്ച് കഴിയുമ്പോൾ നിനക്ക് ക്ലെയിം ഉണ്ടാകും. എന്താണ്? അവകാശവാദമുണ്ടാവും. എന്താണ്? നീ ജീവിച്ചതാണ്. ഞാൻ എപ്പോഴും കർത്താവിനോട് പണ്ട് പറയുന്നൊരു വർത്താനുണ്ട്, ഇപ്പോൾ പറയാറില്ല. എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ വരുന്ന ആൾ എൻ്റെ കൈപ്പിടി കൊതുകുകയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനുണ്ടെ കർത്താവിനോട് പറയുന്ന ഒരു വാക്കാണ്, കർത്താവ് 4 വയസ്സ് മുതൽ എൻ്റെ അപ്പൻ നീയാണ് ദൈവമെന്ന് എന്നെ കാണിച്ച കാലം മുതൽ ഇന്ന് വരെ 60 കൊല്ലത്തോളം ജീവിക്കുമ്പോൾ ഞാൻ ഇന്ന് വരെ നീയല്ലാതെ വേറെ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ തല കുനിച്ചിട്ടില്ല. ഇറ്റ്സ് ഓവർ, ക്ലിയർ. അത് നീ ഓർക്കണമെന്ന് പറയും. അതെന്താണ്? അത് ക്രെഡിബിലിറ്റിയാണ്. ക്ലെയിം ആൻഡ് ക്രെഡിബിലിറ്റി. നമ്മൾ ജീവിച്ച വിശ്വാസത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്, അത് നമുക്ക് നൽകിയിട്ടുള്ള ഒരു ക്ലെയിമുണ്ട്, അവകാശവാദമുണ്ട്. ഇൻറ്റിമസി വരണത് ഈ അവകാശവാദത്തിൽ നിന്നാണ് വരണത്. അതിന് നിനക്ക് ഡിപ്പോസിറ്റ് ഉണ്ടാകണം ദൈവതിരുസന്നിധിയിൽ. ഉടമ്പടി നിന്നെ നല്ല നിക്ഷേപമുള്ള നല്ല ആധ്യാത്മിക ആസ്തി ഭദ്രതയുള്ള വ്യക്തിയായി ഉയർത്തും. കൈയിടിച്ച് കർത്താവ് പ്രവർത്തനങ്ങളിലൂടെയും കാരുണ്യ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ ആധ്യാത്മിക ആസ്തി വർദ്ധിപ്പിക്കുന്നതിന് കർത്താവേ നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി ഈശോയുടെ ബൈ നേച്ചർ പഠിക്കണം നല്ലതായിരിക്കും. ഈശോയുമായിട്ടല്ല നിങ്ങൾ ഡീൽ ചെയ്യണത്.
മാതാവ് അതിനുള്ള മരിയനതിന് മാർഗമാണ് കേട്ടോ. ലക്ഷ്യമാരാണ് ക്രിസ്തുവാണ്. അപ്പോൾ ഈശോയുമായിട്ട് ഡീല് ചെയ്യണമെങ്കിൽ ഈശോയുടെ സ്പെഷ്യൽ നേച്ചർ നമ്മൾ പഠിക്കിട്ടിരിക്കണം. അത് ഇതുപോലെ ഉത്തരം തരാത്ത നേച്ചർ, ഉത്തരം തരുന്ന നേച്ചറല്ല. ഉത്തരം തരുന്ന നേച്ചറുണ്ട്. ഈശോയുടെ ഉള്ളിൽ, പ്രകൃതിയിൽ, പ്രകൃതത്തിൽ, സ്വഭാവത്തിൽ ഫ്ലാറ്റായിട്ട് ഉത്തരം കൊടുക്കാത്ത സ്വഭാവമുണ്ട്. അത് നമ്മൾ അറിയണം. പ്രത്യേകിച്ച് നിർണായകമായ സമയത്ത് ഉത്തരം തരത്തില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ മർക്കോസിൻ്റെ 6:48 വായിച്ച്. മർക്കോസ് 6:48 ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ. മർക്കോസ് 6:48 അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി. ഒന്ന് പറഞ്ഞേ, അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി. തീർന്നില്ലേ? ഇപ്പം 3 പുതുക്കി അവശരായ ആൾക്കാരുണ്ട്. ഉടമ്പടി 3 പുതുക്കിയിട്ട് ഉടമ്പടി അവിടെ, അതായത് 3 പുതുക്കണ പേപ്പർ കാണിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ചീട്ട് തരും. കാരണം നിങ്ങളുടെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ വിഷയം അത്ര സീരിയസ് അല്ലെങ്കിൽ പോലും അവർ ചീട്ട് തരും. എന്താ കാര്യം? 3 പുതുക്കിയിട്ട് കുറേ കാര്യം നടന്നു കാണുവേ. അപ്പം നടക്കാത്ത ചില കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ആ ഉടമ്പടി ഗ്രേഡ് നമ്മളല്ലേ ഇവിടെ നിന്ന് ഇഷ്യൂ ചെയ്തിരിക്കണത്. അപ്പോൾ നമ്മൾ തന്നെ അത് ഹോണർ ചെയ്തില്ലേ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ആ 3 പുതുക്കുകയാണെന്ന് കണ്ടുകയാണെങ്കിൽ അവർ ചീട്ട് തരും. ചില വീട് വരുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല, എന്നാൽ തന്നെയും ചില വിഷയം സീരിയസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ സീരിയസ് ആകുമ്പോൾ ഈ പറഞ്ഞ വഞ്ചി തുഴഞ്ഞ് നമ്മുടെ അവരെന്താ പറഞ്ഞത്, എന്തായിരിക്കുന്നത്? അവരെ മർക്കോസ് 6:48 അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി. ആരാ മനസ്സിലാക്കിയത്? അപ്പം മനസ്സിലാകാതിരിക്കുന്ന അവസ്ഥ ഒന്നും ഇല്ല. മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞ്, അവർ വഞ്ചി തുഴഞ്ഞ് അവശരായെന്ന് അവൻ മനസ്സിലാക്കി. അപ്പം നിങ്ങളെ പരീക്ഷ എഴുതി അവശരായെന്ന് അവൻ മനസ്സിലാക്കി. അവൻ മനസ്സിലാക്കുന്നുണ്ട് നിൻ്റെ അവശത. നിനക്ക് ജപ്തി നടപടിയായിട്ട് നീ അവശതയായിട്ടിരിക്കുകയാണ്. നിനക്ക് ബാങ്കുകാർ പോലും സിവിൽ പോയിൻറ്റ്സ് ഇല്ലാത്ത കാരണം നിനക്ക് ലോൺ തരുന്നില്ലെന്ന് അവൻ മനസ്സിലാക്കി. നിൻ്റെ മകൾക്ക് 38 വയസ്സ് ഉണ്ടായിട്ട് കെട്ടാൻ പറ്റണില്ലെന്ന് അവൻ മനസ്സിലാക്കി. നിൻ്റെ മകൾക്ക് 19 വയസ്സ് കല്യാണം കഴിഞ്ഞ് 19 കൊല്ലമായിട്ട് മക്കളില്ലെന്നും നീ ഈ കാര്യത്തിൽ പ്രാർത്ഥിച്ച അവസ്ഥയാണെന്നും അവൻ മനസ്സിലാക്കി. കൈയിടിച്ച് കിടത്താൻ സന്തോഷത്തെ കൈയിടിച്ചു. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്താണ് അവൻ മനസ്സിലാക്കിയത്? അവർ കടലിലാണ്, നടുക്കടലിലാണ്, കരകാണാത്ത കടലിലാണ്, കരകാണാത്ത കടത്തിലാണെന്ന് പറഞ്ഞവര് എന്നിട്ട് എന്ത് ചെയ്ത് അതിനെതിരെ തുഴഞ്ഞ് കയറാൻ വേണ്ടി തുഴഞ്ഞ് അവർ സ്വന്തമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്, പലതരത്തിൽ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറ്റണത്? ഫലം എന്താണ്? അവശതയാണ്. എത്ര കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ അവശതയാണ് ഫലം. പക്ഷെ ആര് മനസ്സിലാക്കി? അവൻ മനസ്സിലാക്കി. നിൻ്റെ ജീവിതത്തിൻ്റെ തീരത്ത് നീ അണയുന്നവരെ നിൻ്റെ ജീവിത അവസ്ഥകളോട് നീ മല്ലിട്ടുകൊണ്ട് നീ അവശ്യാകുന്നത് മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് നിൻ്റെത്. കൈയിടിച്ച് കർത്താൻ നല്ല ദൈവത്തോട് എന്റെ കൊച്ചു സന്തോഷത്തോടെ ഒരുമിച്ച് ഇത്ര നല്ല ദൈവത്തോട് ഇന്നു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ മുൻപിൽ കാഴ്ചയിടാം. അടുത്ത വചനം വായിച്ചോളൂ. കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. അവർ അവസരമായിരുന്നു. എന്താണ് കാരണം? എന്താണ്? കാറ്റ് പ്രതികൂലം. അപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്, കാറ്റ് പ്രതികൂലമാകും ചില സമയത്ത്. ചില ബന്ധുക്കാരെല്ലാം ഇപ്പം ഈ അവൻ്റെ ആദർശൻ്റെ സാക്ഷ്യം എന്താ? ആദർശന് മര്യാദക്കുറച്ച് ജോലി ഉണ്ടായിരുന്നവനാണ്. മര്യാദക്കുറച്ച് ജോലി ഉണ്ടായിരുന്നതാണ്. അത്യാവശ്യം ശമ്പളം കിട്ടുമായിരുന്നു. അപ്പം അവനാണ് തലയിൽ ജർമ്മൻ പഠിക്കണമെന്ന് ജർമ്മനിയിൽ പോകണമെന്ന് തോന്നിയത്. അപ്പോൾ ആ ശമ്പളം ഉണ്ടായിരുന്ന ജോലി, നാട്ടിൽ വലിയ കുഴപ്പമില്ല ജീവിക്കാൻ പറ്റിയ ജോലി ഉണ്ടായിരുന്ന രാജിവെച്ചപ്പോൾ എന്ത് പറ്റി? ബന്ധുക്കൾ, സ്വന്തപ്പെടുന്ന നാട്ടുകാർ ഇവനെ പൊട്ട, പോഴ, വിഡ്ഢി എന്നൊക്കെ വിളിച്ച് കാറ്റ് പ്രതികൂലമായിരുന്നു.
അതാണ് കർത്താവിൻ്റെ വചനം. ഇപ്പം ചില സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത തെറ്റിനെ നിങ്ങൾ അവശരാകുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും നിങ്ങളെ പൊട്ടാപ്പോഴ വിഡ്ഢിയെന്നൊക്കെ വിളിക്കും. അപ്പം നിങ്ങൾ അവശരാകുന്ന സമയത്ത് തന്നെ നിൻ്റെ സാഹചര്യവും നിൻ്റെ വീട്ടു സാഹചര്യവും നിനക്കെതിരാകും. എന്നിട്ടും തുഴയുന്നവനാണ് അവരിൽ വിശ്വസിക്കുന്നവൻ. കൈയടിച്ച് കർത്താവിനെ എന്നെ കൊച്ചു അപ്പൊ കാറ്റ് പ്രതികൂലമായിരുന്നു. സാഹചര്യം, ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങൾ എല്ലാവരും ചില സമയത്ത് പ്രതികൂലമാകും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയാണ്. എങ്കിലും എറ്റ് ഹി വെൻഡ് ഓൺ, എന്നിട്ടും നമ്മൾ മുന്നോട്ട് പോകും. എന്താ കാരണം? അടുത്ത വചനം ഇതിനേക്കാൾ കഷ്ടമാണ്. അടുത്ത വചനം വായിച്ചേ. രാത്രിയുടെ 4-ാം യാമത്തിൽ. രാത്രിയുടെ 4-ാം യാമത്തിൽ. രാത്രിക്ക് എത്ര യാമം ഉണ്ടെന്ന് അറിയാമല്ലോ. രാത്രിയുടെ 4-ാം യാമമാണ് ഇത്. എത്രയാണ് വചനം? എത്രയാണിത്? മർക്കോസ് 6:48, 49, 50 വചനങ്ങളിലൂടെയാണ് പോണത്. ഇപ്പം എന്തൊക്കെ പ്രശ്നമുണ്ട്? കാറ്റ് പ്രതികൂലമായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? രാത്രിയുടെ 4-ാം യാമം. ഉടമ്പടി 4-ാമത്തെ പ്രാവശ്യം പുതുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കർത്താവ് വരാൻ പോണത്. മനസ്സിലായില്ലേ? കാര്യം 1-ാം യാമം ഉണ്ട്. അത് 6 തൊട്ട് 9 മണി വരെയാണ്. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം യഹൂദൻ്റെ കണക്കാണിത് ബൈബിളിലുള്ളത്. അത് 6 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് 1-ാം യാമം. 9 to 12, 12 മണി രാത്രി 2-ാം യാമം. 12 to 3 മണി, വെളുപ്പിന് 3 മണിയാണ് 3-ാം യാമം. 3 മണി തൊട്ട് 6 മണി വരെ നേരം വിളക്കാനായി. 3 മണി തൊട്ട് 6 മണി വരെ. അപ്പം രാത്രിയുടെ 4-ാം യാമത്തിൽ ഓർക്കുക, കർത്താവിൻ്റെ സ്വഭാവം പഠിക്കുക. 1-ാം യാമത്തിൽ വന്നില്ലെങ്കിൽ വരികത്തില്ലെന്ന് ചിന്തിക്കരുത്, അത് അല്പക്രിസ്ത്യാനിയാണ്. 2-ാം യാമത്തിൽ അവന് ഉത്തരം തന്നില്ലെങ്കിൽ അവൻ വരത്തില്ലെന്ന് ചിന്തിക്കരുത്, അത് നീ അവിശ്വാസിയാണ്. 3-ാം യാമത്തിൽ അവൻ വന്നില്ലെങ്കിൽ നീ അവൻ വരത്തില്ലെന്ന് ചിന്തിക്കരുത്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ദൈവം നിന്നെ മനുഷ്യനായിട്ട് പോലും കരുതത്തില്ല. എന്താ കാരണം? 4-ാം യാമത്തിലും അവൻ വരാൻ സാധ്യതയുണ്ട്. കാര്യം അവൻ നിനക്ക് വേണ്ടി വില കൊടുത്ത് നിന്നെ വീണ്ടെടുത്ത ദൈവമാണ്. ശ്രദ്ധിക്കട്ടെ. എന്നെ കൊച്ചു ജീവിതത്തെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് 48-49-50. അടുത്ത വചനം വായിച്ചേ. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തെത്തി അവരെ കടന്നു പോകാൻ ഭാവിച്ചു. ഇതാണ് പ്രശ്നം. രാത്രി 4-ാം യാമത്തിൽ അവൻ നേരെ വന്ന് വള്ളത്തിൽ കയറിയതല്ല ചെയ്യുന്നത്. രാത്രി 4-ാം യാമത്തിൽ അവൻ കടലിൻ്റെ മീതെ നടന്നു വന്നു. നിന്റെ ദൈവം ഏത് കടലിൻ്റെ മീതെയും കാറ്റിൻ്റെ മീതെയും അവൻ നടന്നു വന്ന് നിന്റെ വീണ്ടെടുപ്പ് നടത്തുന്നു. ശ്രദ്ധിക്കട്ടെ. എന്നെ കൊച്ചു ജീവിതത്തെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ചിലർക്ക് പറ്റുന്ന അവസ്ഥ എന്താണെന്നറിയാവോ? ഈ 1-ാം യാമത്തിൽ അവരുടെ വിഷയത്തിന് മേൽ ദൈവം കടന്നു വന്നില്ലെങ്കിൽ അവർ സ്റ്റോപ്പ് ചെയ്യും. പ്രാർത്ഥനാ ജീവിതം സ്റ്റോപ്പ് ചെയ്യും. ഉടമ്പടി ജീവിതം സ്റ്റോപ്പ് ചെയ്യും. 2-ാം യാമത്തിൽ വന്നില്ലെങ്കിൽ വേറെ കുറേ ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യും. 3-ാം യാമത്തിൽ വന്നില്ലെങ്കിൽ അടുത്ത കുറേ ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യും. ഈ 4-ാം യാമക്കാരാണ് ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാർ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹത്തോടെ മുന്നേറുവാൻ, ലക്ഷ്യമാക്കി മുന്നേറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ.